നൈസ് സാധനം. 10 മിനിറ്റിൽ ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് എൻ്റെ തന്നെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിലൂടെ റെക്കമെൻഡ് ചെയ്തൊരു ഡിഷാണ്. ഞാൻ മുന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാൻ തോന്നിയത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സോ വെൽക്കം ബാക്ക് ടു IT കുക്ക്. എളുപ്പം ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസുകൾ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് പീസിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. 4 വശം ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാം. ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് പീസുകൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അതൊരു വാനില ഫ്ലേവറാണ് എടുക്കുന്നത്. വേറെ ഏതെങ്കിലും ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പൗഡറാണ്. സോ ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് വേറെ സ്റ്റൗ കത്തിച്ചുള്ള ഒരുപാട് പരിപാടികളൊന്നുമില്ല. ആകെ നമ്മൾ സ്റ്റൗ കത്തിക്കുന്നത് കുറച്ച് പാല് തിളപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാല് ഇതിലോട്ട് തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് പാലെടുത്താൽ മതിയായിരിക്കും. ഈ പാലിലോട്ട് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. ഷുഗർ നല്ല രീതിക്ക് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പാലിലൊപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല കുറുക്കി എടുക്കുക. ഞാൻ ഇനി ഒരു ബൗളിലോട്ട് ഒരു 1/2 ബൗൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതുകൊണ്ടാണ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. നോർമലി ഫ്രഷ് ക്രീം ഇത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇളക്കാനും എളുപ്പമാണ്. ഇതിലോട്ട് ഞാൻ ഇനി കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലും മധുരം ഇതിന്നാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ടോട്ടലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലിൽ ഷുഗർ ഇടാത്തത് കൊണ്ടാണ്. അപ്പം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് നല്ല മധുരം പാലിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂടുതൽ എടുത്താലും മതി. ഈ കണ്ടൻസ് മിൽക്കൊക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി ഈ കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും നല്ല രീതിക്ക് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ചോ ഒരു ബീറ്റർ വെച്ചോ നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് കട്ട കാണുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഫ്രഷ് ക്രീം യൂസ് ചെയ്തുകൊണ്ടാണ്. യൂഷ്വലി ഫ്രഷ് ക്രീമിൽ ഇത്രയും കട്ട ഉണ്ടാവില്ല. സോഫ്റ്റ് ലിക്വിഡായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് ലെയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചതുരത്തിലുള്ള ഏതൊരു പാന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പറ്റണമെന്നേ ഉള്ളൂ. അതിലോട്ട് ഞാൻ ഈ മാറ്റി വെച്ചിരുന്ന ബ്രെഡെല്ലാം ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ 1-2 ബ്രെഡുകൾ കട്ട് ചെയ്തും ഷേപ്പ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ പാന് കംപ്ലീറ്റ് ഫില്ലാവുന്ന രീതിയിൽ ലെയർ ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിസ്താഷോ അങ്ങനെയുള്ള എല്ലാ നട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ലെയർ ചെയ്തതിലോട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ് ആദ്യത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലെയർ മൊത്തത്തിൽ ബ്രെഡിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തിക്കായിട്ട് വേണ്ട. അപ്പോൾ ഒരു ലെയർ ചെയ്യാനുള്ള രീതിക്ക് തിക്കില്ലാതെ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ ലെയറിംഗ് എന്ന് പറയുന്നത് കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തതാണ്. സോ ഈ മിക്സും അതേപോലെ തന്നെ അധികം കട്ടിയില്ലാതെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അടുത്തത് സെയിം ലെയറിംഗ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബാക്കി വരുന്ന ബ്രെഡ് പീസുകളും കൂടെ ഒരു ലെയറും കൂടെ ടോപ്പിലായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ്. നമ്മൾ 2 ലെയർ ചെയ്യുന്നതേ ഉള്ളൂ. പാത്രം വലുപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ലെയർ വരെ ചെയ്യാം. സെയിം കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക്. ഇനി ബാക്കി വന്ന കസ്റ്റാർഡ് മിൽക്ക് എല്ലാം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെയിം ആയിട്ട് നമുക്ക് ബാക്കി വന്ന നമ്മുടെ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ ഫുള്ളായിട്ട് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് എയർ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ടൈറ്റായിട്ട് എല്ലാ സൈഡിലോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഗാർണിഷിങ്. ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാഷ്യൂനട്ടും ബദാമും മാത്രമാണ്. സോ അങ്ങനെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രെഡ് പുഡിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. സോ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അല്ല നമുക്കൊരു 3-4 മണിക്കൂർ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എളുപ്പമല്ലേ ഗൈസ് അറേബ്യൻ ബ്രെഡ് പുഡിങ്? നിങ്ങൾ എല്ലാവരും ഈ വീക്കെൻഡിൽ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
സോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കണം. കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെറിയൊരു ചാനലാണ്, കൂടെ കൂട്ടണം. സോ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.